എല്ലാം നശിപ്പിച്ച് കളഞ്ഞത് നീ ഒറ്റൊരുത്തനാ. ഇവിടെ നിനക്കിനി ഒരു സ്ഥാനമില്ല. ഇറങ്ങടാ വെളിയില്. എടാ ഇറങ്ങാൻ. നിന്റെ ഈ കരച്ചിലൊന്നും എനിക്ക് കാണണ്ട. ഈ വീട്ടിൽ നീ ഒറ്റൊരുത്തൻ കാരണം ഇവിടെ എല്ലാവരും കരയുന്നത്. സ്വന്തം അച്ഛന്റെ മനസ്സമാധാനം കെടുത്താൻ ജനിച്ചവൻ. അത് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നോ? എനിക്ക് സൗകര്യമില്ല. ഈ വീടേ വന്ദനേശിക്ക് തീരെ എഴുതി തന്നൊന്നുമല്ല. പിന്നെ എന്റെ മുമ്പിൽ കിടന്ന് അഭ്യാസം കാണിക്കാൻ നിൽക്കരുത്. എന്റെ കുഞ്ഞിനെ കൊന്നടക്കം പലതും ഞാൻ ക്ഷമിച്ചതാ. ഇറങ്ങി പൊക്കോണം എന്റെ മുന്നിൽ നിന്ന്. അച്ഛനെ പോലീസിനെ കൊണ്ട് കൈവലങ്ങ് വെപ്പിച്ചിട്ട് ചെലക്കുന്നോടാ നീ. ആ പ്രമാണം മോഷ്ടിച്ചത് നീയാണെന്ന് പുറത്ത് പറഞ്ഞാലേ എല്ലാ എണ്ണും കൂടി പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി കൊല്ലും. വിളിച്ച് പറയട്ടടാ ഞാൻ. അച്ഛന് പെൻഷൻ കിട്ടിയതില് മുഴുവൻ തുകയും അമ്മ നിനക്ക് വാങ്ങിത്തന്നു. ആരും അതിന് എതിർപ്പൊന്നും പറഞ്ഞില്ല. പ്രകാശേട്ടനെ എതിർത്തപ്പോഴും വസന്തിച്ച് വഴക്കുണ്ടാക്കിയപ്പോഴും നന്നാവണമെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതിയ ഞാനും അമ്മയെ അനുകൂലിച്ചത്. അച്ഛന്റെ എത്രയോ കൊല്ലത്തെ വിയർപ്പിന്റെ അധ്വാനാടാ നിനക്ക് തന്നത്. ഹരിതയെ പ്രേമിച്ച് കെട്ടിക്കൊണ്ടുവന്ന അന്ന് മുതൽ പറയുന്നതാ സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്ന്. വലിയ വീട്ടിലെ പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്ന അവളുടെ വീതം കൈപ്പറ്റി ജോലി ചെയ്യാതെ ഒറ്റയ്ക്കിരുന്ന് 4 നേരവും ഭക്ഷണം കഴിച്ച് സുഖിച്ച് കഴിയെന്ന് കരുതി നീ. നാട് നീളെ പണം കടം വാങ്ങിയില്ലേ നീ? ഭൂമി പൂജ നടത്തുന്ന അന്നും അത് മുടക്കാനായിട്ട് നിന്നെ അന്വേഷിച്ച് ബ്ലേഡ് കമ്പനിക്കാർ വന്നില്ലേ? അന്ന് ഊർമിളാന്റെയും ജഗനും ഉള്ളതുകൊണ്ട് ഇരു ചെവി അറിയാതെ അവര് തിരിച്ചു പോയി. പ്രമാണം മോഷ്ടിച്ച് കണ്ണി കണ്ടവർക്ക് കൊടുത്ത് പണം വാങ്ങിയിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന ആളാ നീ. അച്ഛന്റെ പ്രതീക്ഷയുടെ നീ തച്ചുടച്ചത്. അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചപ്പോ കൊടുത്ത വാക്ക 3 നിലയുള്ളൊരു മണിമാളിക. ആ ഒരു വാക്ക് നിറവേറ്റാനും സ്വന്തം മക്കളെ നല്ല രീതിയിൽ വളർത്താനോ അച്ഛൻ രാവെന്നോ പകലൊന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ടത്. അച്ഛൻ ചോര നീരാക്കി ഉണ്ടാക്കിയ സ്ഥലം, അതിന്റെ പ്രമാണം നീ മോഷ്ടിച്ചത്. അച്ഛന്റെ ബാങ്കുകാരുടെ മുന്നില് കള്ളനെ കുറ്റക്കാരനാക്കിയത് നീയാ. ഈ മുറ്റത്ത് വന്ന് അച്ഛന് പോലീസുകാരെ വന്ന് കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോയപ്പോ നോക്കി നിൽക്കല്ലാതെ നീ വേറെ എന്താടാ ചെയ്തത്? പോലീസ് സ്റ്റേഷനിൽ കെട്ടിവെക്കാൻ പണം ഇല്ലാതെ വന്നപ്പോ ഒടുവിൽ ആ വിക്രമല്ലയുടെ സഹായത്തിന് വന്നത്. എന്തെങ്കിലും ഉളുപ്പുണ്ടോടാ നിനക്ക്? എന്നിട്ട് അവൻ നിന്ന് പ്രസംഗിക്കുന്നു. അച്ഛനെ കള്ളനാക്കിയവന്റെ സ്ഥാനം വീടിന് പുറത്താ. മാനത്തെ കൊട്ടാ